നമസ്കാരം. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചത്. ഷോ അവസാനിച്ചെങ്കിലും ഇതേ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളൊന്നും തന്നെ കെട്ടടങ്ങിയിട്ടില്ല. സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട മത്സരാർത്ഥികളായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രിയും. ബിഗ് ബോസിനകത്ത് ആയിരുന്നപ്പോഴും ജാസ്മിന്റെ വ്യക്തിജീവിതമായിരുന്നു പുറത്തു വാർത്തകൾ നിറഞ്ഞിരുന്നത്. ഇപ്പോഴും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ബിഗ് ബോസ് ഹൌസിൽ ആദ്യ ആഴ്ചകളിൽ തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം ചർച്ചയായ വിഷയമായിരുന്നു. തങ്ങൾ സുഹൃത്തുക്കളാണെന്നായിരുന്നു ഇരുവരും ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പലപ്പോഴും അത് അങ്ങനെയല്ലെന്ന് തന്നെയായിരുന്നു പ്രേക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ബിഗ് ബോസിന് പുറത്തിറങ്ങിയാൽ ഇരുവരും തമ്മിലുള്ള ഈ സൗഹൃദം അവസാനിപ്പിക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയ ശേഷം ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സൗഹൃദം തുടരുകയാണ്. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. സോഷ്യൽ മീഡിയയിലും രണ്ടുപേരും സജീവമാണ്. ഇരുവരും ചേർന്ന് ഒരു ഉദ്ഘാടനത്തിനെത്തിയിരുന്നു. ഇവരെ കാണാൻ നിരവധി പേരാണ് തടിച്ചു കൂടിയിരുന്നത്. ഇപ്പോഴാ ഇതിന് പിന്നാലെ ഇരുവരും ഒരുമിച്ച് മറ്റൊരു ഉദ്ഘാടനത്തിന് എത്തുന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. കൊല്ലത്താണ് ഇരുവരും എത്തുന്നത്. പാലക്കാട് ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ നൽകിയ സ്നേഹത്തിനും സ്വീകാര്യതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഗബ്രി വീഡിയോ തുടങ്ങുന്നത്. തങ്ങൾ വീണ്ടും ഒരുമിച്ച് ഒരിക്കൽ കൂടി എത്തുകയാണെന്നും ഗബ്രി പറയുന്നു. ഇത്തവണ തന്റെ സ്വന്തം നാടായ കൊല്ലത്തേക്കാണ് വരുന്നതെന്നാണ് ജാസ്മിൻ പറയുന്നത്. പിന്നാലെ നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുമായി എത്തുന്നത്. രണ്ടുപേരും എന്നും ഒരുമിച്ചുമുണ്ടാകട്ടെ. നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. ഇവരെ അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ മെയിൻ കാരണം ഇവർ പഴിചാരാതെ പരസ്പരം ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ്. പരസ്പരം ഉയർത്തിപ്പിടിച്ച സുഹൃത്തുക്കൾക്ക് അവരെ തോൽപ്പിക്കാൻ സൈബർ ആക്രമണത്തിനോ ഭീഷണിപ്പെടുത്തലിനോ കഴിയില്ലെന്ന് അവർ തെളിയിച്ചു. സദാചാരവാദികൾക്കുള്ള മറുപടിയാണ് ഇവർ. എന്നും ഇതുപോലെ മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം കഴിഞ്ഞ ദിവസം റോബിൻ രാധാകൃഷ്ണൻ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ജാസ്മിൻ ചെയ്ത ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും പുള്ളിക്കാരി ഒരു സർവൈവറാണ്. 23ാമത്തെ വയസ്സിൽ ഇത്രയും ഉയരത്തിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സാധാരണയായ ഒരു ഫാമിലിയിൽ നിന്നും ഇതുവരെ എത്തുക എന്നത് സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് പേരുള്ള ഇടയിൽ നിന്നാണ് ആ കുട്ടി വന്നിട്ടുള്ളത്. ഇനി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ആലോചിച്ചു കണ്ടും ചെയ്യുക എന്ന് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൂ. ജാസ്മിൻ ആണോ വിന്നർ ആവേണ്ടതെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇത്രയും ഫൈറ്റ് ചെയ്ത് നിന്നിട്ടാണെങ്കിലും 3ാം സ്ഥാനത്തെങ്കിലും ജാസ്മിൻ എത്തിയല്ലോ. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ പോലും പുള്ളിക്കാരി അഭിമുഖങ്ങളൊന്നും കൊടുക്കുന്നില്ല. കാരണം അത് പല ക്യാപ്ഷനുകളിൽ പ്രചരിക്കുമെന്ന് അവർക്കറിയാം. അത് നല്ല തീരുമാനമാണ്. ഗബ്രി ആണെങ്കിലും പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിലാണ് വന്നു നിന്നത്. നെഗറ്റീവായി പോകുമെന്ന് ഞാൻ കരുതിയെങ്കിലും അദ്ദേഹവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അതെനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയതെന്ന് റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. You are watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.